അദ്ദേഹത്തിന് മുമ്പ് ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പുള്ളിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. വെഞ്ഞാറമൂടിനും പോത്തങ്കോടിനും ഇടയ്ക്ക് ട്രിവാൻഡ്രത്തുള്ളൊരു സ്ഥലമാണ് കോലിയക്കോട്. എസ്പെഷ്യലി ആസിഫിനെ പോലെയൊക്കെയുള്ള ഒരു ഭയങ്കര ഒരു മനുഷ്യസ്നേഹിയാണ്. കാര്യം ഏത് സമയത്തും നല്ല സിനിമ വന്നാൽ വിജയിപ്പിക്കും അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് കിഷ്കിന്ദ കാണ്ഡമൊക്കെ. അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ചെയ്ത് അന്ന് ചെയ്തതുപോലെ അതിലും മുകളിലായിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന കണ്ടോണ്ടിരിക്കാൻ തന്നെ നമുക്ക് അത്രയും സന്തോഷമുണ്ട്. ഇഷ്ടംപോലെ ലൊക്കേഷനുകളിൽ തിരുവനന്തപുരം സിറ്റിയിൽ നടക്കുന്ന ഒത്തിരി സിനിമകളുടെയും ഭാഗമായിട്ട് ഈ ആൾക്കൂട്ടത്തിൽ ചെന്ന് നിന്ന് പരിചയങ്ങളുണ്ടാക്കിയതൊക്കെ ആ ഒരു സമയമാണ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് എന്തു പറയാൻ ഇപ്പോഴുള്ള അന്ന് നമ്മൾ കണ്ട പ്രിയപ്പെട്ട ലാലേട്ടൻ, പ്രിയപ്പെട്ട മമ്മൂട്ടി സാർ, അല്ലെങ്കിൽ ദിലീപ് ഏട്ടൻ, ഇപ്പോൾ സുരേഷ് ഗോപി സാറ്, ജയറാമേട്ടൻ, ഇവരൊക്കെ ഈ പറഞ്ഞ എനിക്ക് ജയറാമേട്ടനോടൊപ്പം എനിക്ക് നേരിട്ട് ഒരു സ്ക്രീനിൽ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ വേഷം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പണ്ട് ഈ വക്കാലത്ത് നാരായണകുട്ടി തുടങ്ങിയ സിനിമകളിലൊക്കെ ജൂനിയർ ആക്ടറായിട്ട് നിന്നിട്ടുണ്ട്. ബാക്കി പറഞ്ഞപ്പം മമ്മൂട്ടി സാറായാലും ലാൽ സാറായാലും സുരേഷ് ഗോപി സാറായാലും ദിലീപേട്ടനായാലും നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നല്ല ക്യാരക്ടറുകൾ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു അനുഗ്രഹം പോലെ ഞാൻ കരുതുന്നു. പറയണമെന്ന് പലയിടത്തും ആലോചിച്ചിട്ടും വളരെ അടുത്ത സുഹൃത്തുക്കളോട് മാത്രം പറഞ്ഞൊരു സംഭവമുണ്ട്. അതിപ്പോൾ പറയണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഇപ്പോഴും ഉണ്ട്. എന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഈ അടുത്തൊരു ലാൽ മീഡിയയിലെ ഒരു ഡബ്ബിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോൾ ഈ പറഞ്ഞ ആസിഫിനെ അവിടെ കാണുന്നുണ്ട്. നേരത്തെ പരിചയമുള്ള ആളാണ്. വളരെ സ്നേഹപൂർവ്വം പെരുമാറുന്ന, നമ്മളോട് വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയാണ് ആസിഫ്. അപ്പോൾ ഞാൻ വേറൊരു സിനിമയുടെ ഡബ്ബിങ്ങിൻ്റെ ആവശ്യമായിട്ട് കയറുമ്പോൾ അദ്ദേഹം അവിടെ ഇതുപോലെ ഒരു സെറ്റിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. വളരെ കാഷ്വലായിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ. അതിന് കഴിഞ്ഞിറങ്ങുമ്പോഴും പുള്ളി ഉറങ്ങുകയാണ്. അപ്പം വിളിച്ച് പരിചയം പുതുക്കിയിട്ട് പോകണ്ട എന്ന് കരുതി ഇറങ്ങാൻ നേരത്ത് ഞാൻ ചെയ്തതിലൊരു കറക്ഷൻ വന്നിട്ട് വീണ്ടും എന്നെ വിളിക്കുകയാണ് അകത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പുള്ളി ഉണരുന്നൊരു സിറ്റുവേഷനിലാണ്. അപ്പോൾ എന്നെ കണ്ട് ജിബിൻ എന്താ പരിപാടി, ഇവിടെ ഏത് പടമാണ് നടക്കണമെന്നൊക്കെ ചോദിച്ച കാര്യമൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ കുറേ ഒരു അരമണിക്കൂറോളം ഞങ്ങളിരുന്ന് സംസാരിക്കാനുണ്ടായത്. അപ്പോൾ ഞാൻ നേരത്തെ എന്താ വിളിക്കാത്തതെന്നൊക്കെ ചോദിച്ചു. പുള്ളി വളരെ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു പുതിയ പരിപാടിയൊക്കെ എന്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ ചാൻസൊക്കെ ഓരോന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നിന്നിട്ട് എന്തോ ഒരു മെസ്സേജ് വന്ന് പുള്ളി മൊബൈൽ നോക്കിയിരിക്കുമ്പോൾ ഞാനും എൻ്റെ മൊബൈലെടുത്ത് ഇങ്ങനെ ജസ്റ്റ് എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജിബിനെ എന്ന് വിളിക്കുകയാണ്. ജിബിനെ എന്ന് വിളിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ പുള്ളി ഒരു ഒറ്റ ക്ലിക്കാണ്. പുള്ളിയുടെ ഫോണിൽ ഒരു ക്ലിക്ക് ചെയ്തിട്ട് അത് ആർക്കോ വിടുന്നു. ആ ഫോട്ടോ എടുത്ത് വിട്ടിട്ട് സ്പോട്ടിൽ അദ്ദേഹം പറയുകയാണ്, ഡയറക്ടറുടെ പേര് പറയുന്നില്ല, എൻ്റെ ഫ്രണ്ടാണ്, നല്ല ആക്ടറാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, സിനിമകളൊക്കെ ഒത്തിരി ഉണ്ട്, നമ്മുടെ പടത്തിലൊരു നല്ലൊരു സംഭവം കൊടുക്കണം, പുള്ളി അഭിനയിക്കും, നല്ല ആളാണ് എന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് വേറൊരാളിനോട് പറയണം. സത്യം പറഞ്ഞാൽ ലിറ്ററലി എനിക്കൊരു അദ്ദേഹത്തിന് മുമ്പ് ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. പുള്ളിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏതാ പരിപാടി, ഇപ്പം ഞാൻ ചാൻസ് ചോദിച്ച് കിടക്കുന്ന പറയുമ്പോൾ ഉടനെ ഒരു ഡയറക്ടറെ വിളിച്ചിട്ട് നമ്മുടെ ഫോട്ടോ അയച്ചു കൊടുത്ത് ഒരു വേഷം കൊടുക്കണം. ആ സിനിമ നടന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിപ്പോയി. ഞാൻ പിന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. സാരമില്ല, നമുക്ക് വേറെ പിടിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കിയാൽ ഈ അടുത്ത കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് വലിയ വിജയങ്ങളായിട്ടുള്ള, ബോളിവുഡിൽ ഉൾപ്പെടെ വലിയ വിജയങ്ങളായിട്ടുള്ള സിനിമകൾ കൂടുതലും ഒന്നുകിൽ മലയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ പോയിട്ടുള്ള സംസാരിക്കപ്പെട്ട സിനിമകളൊക്കെയും ഇവിടുന്നൊക്കെ പോയിട്ടുള്ള റീമേക്കുകളാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. പ്രിയൻ സാറിൻ്റെയും അല്ലെങ്കിൽ അതുപോലെ ഇവിടുത്തെ പല കഥകളും ദൃശ്യത്തിൻ്റെ ആയാലും അതുപോലെയൊക്കെയുള്ള സിനിമകളൊക്കെ ഹിന്ദിയിൽ അതിൻ്റെ റീമേക്കുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലും സംസാരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ പത്താനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ പുഷ്പ അല്ലെങ്കിൽ അങ്ങനെയുള്ള പടങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ എല്ലാവരിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. ഈ പറഞ്ഞ മാർക്കോ, ഇപ്പോൾ ലേറ്റസ്റ്റ് മാർക്കോ തന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, മലയാളത്തിലെ ആർട്ടിസ്റ്റിൻ്റെ ഒരു പടം, അതിൻ്റെ ഒരു വിഷയത്തിൻ്റെ വൈവിധ്യം അല്ലെങ്കിൽ അത് എടുത്തു വച്ചേക്കുന്ന രീതി കൊണ്ട് ചർച്ചയാകപ്പെടുന്നു. അത്രയും വിജയം അവിടെയുള്ള ഹിന്ദി ഓഡിയൻസ് കാണുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമ്മളെന്നും ഇപ്പം ഒരു സ്ഥിരം പാറ്റേണിലാണ് ചെയ്യണമെന്ന് പറയുന്നതിനോട് എനിക്ക് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതിനെ അംഗീകരിക്കുന്നതിനോട്. കഴിഞ്ഞ ഓണത്തിന് ഇറങ്ങിയ കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്ന സിനിമ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും നമ്മുടെ ചിന്തയിലതൊരു ഫെസ്റ്റിവൽ സിനിമയല്ല. പക്ഷേ ആ ഒരു സമയത്ത് കിഷ്കിന്ദ കാണ്ഡം എന്ന് പറയുന്നത്, അതിലും ഈ ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വിജയരാഘവൻ ചേട്ടൻ, അപർണ ബാലമുരളി, അങ്ങനെ ഒരു അശോകൻ ചേട്ടൻ, അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റുള്ളൊരു പടം.
അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പടം വന്നിട്ട് ഒരു ഫെസ്റ്റിവൽ ടൈമിൽ വന്ന് മലയാളിയെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് തിയേറ്ററിൽ ഒരു വലിയ വിജയം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമ ഉണ്ടാക്കിയവരുടെ മാത്രമല്ല, ആ സിനിമ ഉൾക്കൊള്ളാൻ തയ്യാറായ മലയാളി പ്രേക്ഷകരുടെ കൂടെ വിജയമാണത്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വിജയമാണത്. കാര്യം ഏത് സമയത്തും നല്ല സിനിമ വന്നാൽ വിജയിപ്പിക്കും അല്ലെങ്കിൽ വിജയിക്കും എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണ് കിഷ്കിന്ധാകാന്ഡമൊക്കെ. കിഷ്കിന്ധാകാന്ഡമൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ടോപ്പ് 10 ഇന്ത്യൻ സിനിമയിൽ ഒന്ന് തന്നെയായിട്ട് നമുക്ക് കണക്കൂട്ടാവുന്നൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ലെവലിൽ അതൊരു മേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടർ ദിൻജിത്തായാലും റൈറ്റർ കം DOP ബാഹുലായാലും എല്ലാവരും അതിൻ്റെ പുറകിൽ പണിയെടുത്ത് ഞാൻ വളരെ അടുത്ത് നിന്ന് കണ്ട ഒരാളാണ്. എനിക്ക് പടത്തിലൊരു വേഷം ഈ പറഞ്ഞതുപോലെ അത് നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതും ആണ്. എനിക്കത് വ്യക്തമായിട്ട് എനിക്കറിയാം ആ സിനിമയുടെ പുറകിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. നല്ലത് പറയുമ്പോൾ അംഗീകരിക്കുകയും മോശം പറയുമ്പോൾ നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിൽ വിഷമിക്കുകയും ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇല്ല എന്നല്ല, അത് സാഹചര്യം പോലെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ നമുക്ക് ഒരു കാര്യത്തിൽ മീൻസ് ഒരു സിനിമയിൽ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പുകവലി സീൻ വരുമ്പോഴത്തേക്കും പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വെച്ചിട്ട് തന്നെ ആ സീൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ സിനിമ എന്ന് പറയുന്ന മീഡിയം ആൾക്കാരെ അത് സ്വാധീനിക്കുന്ന ഒന്നാണ് എന്നുള്ളൊരു ധാരണയുടെ പുറത്ത് തന്നെയാണ്. അതുപോലെ അങ്ങനെ സ്വാധീനം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഒരു സിനിമയെ പറ്റി മോശം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു മോശം, അപ്പോൾ അത് കണ്ടുകൊണ്ട് ആൾക്കാർ കണ്ടാലും കണ്ടില്ലെങ്കിലും അങ്ങനെയുള്ളവർ പറയുന്ന സംസാരം അല്ലെങ്കിൽ അവരുടെ ആ ഒരു തോട്ടം എന്ന് പറയുന്നത് ആഘോഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ ചിലപ്പോൾ നല്ല പടമായിരിക്കാം, ആ ഒരു ഒറ്റ വ്യക്തിക്ക് വർക്കായില്ല എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരത്രയും ആ സിനിമ കാണാതിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അപ്പോൾ പോസിറ്റീവ്, അപ്പം ഒരു റിവ്യൂ ആണോ ഒരു പടത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം അത് ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ പോലെ പറയാൻ പറ്റുള്ളൂ. ചിലപ്പം റിവ്യൂസും വിധി നിർണ്ണയിക്കാം. ചില നല്ല പടങ്ങൾ, എൻ്റെ ചില നല്ല പടം ആയിരിക്കില്ല വേറൊരാൾക്ക് നല്ല പടം, അത് ഓരോരുത്തരുടെയും ടേസ്റ്റ് പോലെ ഇരിക്കും, അതും അംഗീകരിക്കുന്നു. എന്നാലും വളരെയധികം ഫോളോവേഴ്സൊക്കെ ഉള്ള അല്ലെങ്കിൽ അത്രത്തോളം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കുകൾക്ക് മൂല്യമുണ്ട്. അത് കേട്ട് വരുന്ന ഒരു തലമുറയുണ്ട്. അവർ ഇവരുടെ വാക്ക് കേട്ടിട്ട് പോകുന്നവരുണ്ടാവും, പോകാത്തവരുണ്ടാവും. കൂടുതലും പോകുന്നവരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇവരുടെ തന്നെ കമൻസിൻ്റെ ഇവരുടെ വീഡിയോസിൻ്റെ താഴേക്ക് വരുന്ന കമൻസ്, നിങ്ങളുടെ ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഇനി പോകുന്നില്ല എന്നാണ് കൂടുതൽ പേരും പറയുന്നത്. ഇപ്പം സിനിമയ്ക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എന്ന് പറഞ്ഞിട്ട് സിനിമയ്ക്ക് അങ്ങനെ ദോഷമാകാത്ത രീതിയിൽ പറയുന്ന റിവ്യൂവേഴ്സ് കൂടെ ഉണ്ട്. നല്ല രീതിയിൽ മീൻസ് പടം കാണണമെന്ന് പറയില്ല, എൻ്റെ കാഴ്ചപ്പാട് എനിക്കിങ്ങനെ തോന്നി, നിങ്ങൾ ഒരിക്കലും കാണരുതെന്ന് പറയില്ല, നിങ്ങൾ പടം കാണണം, കണ്ടു വിലയിരുത്തണം എന്ന് പറയുന്ന നല്ല മീൻസ് അത് നല്ലത് മോശം എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കൊണ്ടല്ല, സിനിമയെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന റിവ്യൂവേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എന്ത് പറയാൻ, ഈ പറഞ്ഞ പോലെ അവരുടെ ഉപജീവന മാർഗം കൂടെയാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. അതിൽ വീഡിയോ വരുന്നതിലൂടെ അവരുടെ ഉപജീവനം കൂടെയാണ് നടക്കുന്നത്. അതിൻ്റെ റീച്ച് അറിയാമല്ലോ. അപ്പം അത് സിനിമയെ ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പലപ്പോഴും നല്ലത് പറയുമ്പം ഒരാളെ പിന്നെ അയാളുടെ റിവ്യൂസ് ഉപയോഗിച്ച് വീഡിയോസ് സപ്പോർട്ട് ആവുകയും അതേ ആൾ തന്നെ മോശം പറയുമ്പോൾ അയാളുടെ വീഡിയോസ് വെച്ചിട്ട് അല്ലെങ്കിൽ അയാളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന സിസ്റ്റത്തോടാണ് എനിക്കൊരു വിഷമമുള്ളൊരു കാര്യം. ഞാനതുകൊണ്ട് തന്നെ അത്തരം വീഡിയോസ് ഞാൻ ഒരിക്കലും ഒരു സിനിമയുടെ, ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമയാണെങ്കിൽ പോലും ഞാൻ ഷെയർ ചെയ്യാറില്ല. മീൻസ് ഇപ്പോൾ ഞാൻ ചെയ്യാറില്ല അങ്ങനെ. ഞാൻ തന്നെ ഈ അടുത്ത് ചെയ്ത പടത്തിൽ എനിക്ക് പല പടങ്ങളിലും മോശം പറഞ്ഞ ഒരു വ്യക്തി ഈ പടം നല്ലതാണെന്ന് പറയുമ്പം എനിക്ക് മാനസികമായിട്ടൊരു കുത്തുണ്ട്. കാര്യം എനിക്ക് പുള്ളിയുടെ പലതും എനിക്ക് വർക്കായിട്ടില്ല. അപ്പോൾ ഇത് വർക്കാകുമെന്ന് പറയുമ്പോൾ ഞാൻ എടുത്ത് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്റ്റാൻഡില്ലാത്തൊരുപോലെ ആയിപ്പോയി. എനിക്ക് പുള്ളിയോട് പേഴ്സണലി ഒരു വിരോധമുള്ളതല്ല, ഒരാളല്ല പലരുടെയും. ഒരാളെ ഞാൻ ചൂണ്ടിയല്ല പറയുന്നത്, പലരുടെയും എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഏറ്റവും നന്നായിട്ട് അറിയാമെന്നുള്ളത് OTTയിൽ ഡയറക്റ്റ് റിലീസുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഹെർ എന്ന് പറയുന്ന പടം മനോരമ മാക്സിലൂടെ വന്നു, അത് ഡയറക്റ്റ് OTT റിലീസാണ്. എനിക്ക് കഴിഞ്ഞ വർഷം 2 പടം അങ്ങനെ സംഭവിച്ചു. ഹൊഡു എന്ന് പറഞ്ഞിട്ട് അതിലെയും സീൻസ് ഈ പറഞ്ഞ പോലെ OTTയിൽ വന്നതാണ്. ആ സീനും ആഘോഷിക്കപ്പെട്ടു. ഹെറിലുണ്ടായും എൻ്റെ സീൻസ് നല്ല രീതിയിൽ OTTയിൽ വന്നതിന് ശേഷം പലരും ഇതൊന്നും വേറെ അല്ലാതെ കാണാൻ മാർഗ്ഗമില്ലായിരുന്നു, അങ്ങനെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ഈ പറഞ്ഞ വാഴയിലേക്ക് തന്നെ വളരെ നല്ല രീതിയിൽ തിയേറ്ററിൽ വിജയമായതിനപ്പുറത്തേക്ക് വാഴയിലേക്ക് സീൻസ് എല്ലാ രീതിയിലും അതിനെ
എന്താ പറയുക, ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരു സിനിമ എന്ന് വേണം പറയാൻ വാഴ എന്ന് പറയുന്ന സിനിമ. കാര്യം ഈ യൂത്ത് തിയേറ്ററിൽ ആഘോഷിച്ചതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് കുറേ എന്താ പറയാനാ ക്രിട്ടിക്കുകളുടെ വലിച്ചു കീറലിനും സിനിമയെ വിമർശിക്കാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കേസല്ല. കാര്യം ഈ പറഞ്ഞ സിനിമ വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം. പക്ഷെ അതിൻ്റെ ഒരു വിജയപരാജയങ്ങളെ ബാധിക്കുന്ന രീതിയിലേക്ക് ഒരു ഓപ്പൺ നേരത്തെ പറഞ്ഞതുപോലെ സംഭവിക്കുമ്പോഴാണ് വിഷമം ഉണ്ടാകുന്നത്. അത് പോട്ടെ, അതെല്ലാം സംഭവിച്ചാലും ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളിനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായ പ്രശ്നമാണ്. അത് ഞാൻ വളരെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. മാനസികമായിട്ട് എനിക്ക് ഭയങ്കര തകർച്ച ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞ ഓൺലൈൻ സംഭവത്തിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് OTT എന്നുള്ളതല്ല, ഓൺലൈനിലുണ്ടാകുന്ന പല സംഭവങ്ങൾ അത് പല രീതിയിലും എനിക്ക് മീൻസ് തുടക്കക്കാരെന്നുള്ള നിലയ്ക്ക് ഇഷ്ടംപോലെ പാളിച്ചകളുണ്ടാവും. നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഡയറക്ടേഴ്സ് ചെയ്യിക്കും. പക്ഷേ അവർക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ അവർ അതിൻ്റെ റിസൾട്ട് ഇടുകയും ചെയ്യും. ഇപ്പോൾ വാഴയിലൊക്കെ വളരെ ചർച്ചയായതാണ്. ഞാനൊരു പോസ്റ്റ് ഇട്ടു, സത്യം പറഞ്ഞാൽ ഒത്തിരി സിനിമാക്കാരൊക്കെ എന്നെ വിളിച്ചു, അത് നീ തുറന്ന് പറഞ്ഞല്ലോ, നല്ലതായി. കാര്യം ഒരു സിനിമാക്കാരൻ ആയി വരിക എന്നുള്ളത് ഒരു പ്രോസസ്സിങ് ആണ്. അത് ചെയ്താണ് അതിൻ്റെ ഒരു മോൾഡ് ചെയ്ത് വരുന്നത്. പക്ഷേ 1-2 സിനിമകൾ ചെയ്തവരൊക്കെ ചിലപ്പം ചില വലിയ സീനുകളിലൊക്കെ പാളിപ്പോകാം. അത് മാനുഷികമാണ്. അതിനെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അവരെ വലിച്ചു കീറി ഇവന് ഇതിൻ്റെ പണി എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇവൻ മലയാള സിനിമയ്ക്ക് ഒരു വിധത്തിൽ ഉപയോഗപ്പെടുന്നില്ല. ഇതൊക്കെ നമുക്ക് കാഴ്ചയുള്ള ആൾക്കാരാണ്, വായിച്ചാൽ മനസ്സിലാകും, അല്ലെങ്കിൽ വീഡിയോകളൊക്കെ കാണുന്നതാണ്. ഇങ്ങനെ വലിച്ചു കീറുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടൊരു വ്യഥ എന്ന് പറയുന്നത് ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. തകർന്നു പോകും. അത് 1-2 ആണെങ്കിൽ ഓക്കെ, ഇതൊരു മാസ് അറ്റാക്ക് ആകുമ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമാണ്. അത് തോന്നിയിട്ടുണ്ട്, എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വലിയൊരു വേഷം ചെയ്യുന്നത് വൈ എന്ന് പറയുന്ന പടത്തിലാണ്. അപ്പോൾ അതിൽ എന്നെ ത്രൂ ഔട്ട് ഒരു പടത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടപ്പോൾ വീട്ടുകാർക്ക് വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അത് സുനിൽ ഇബ്രാഹിം സാറാണ് എന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ധൈര്യം അദ്ദേഹമാണ് ഒരു ധൈര്യം കാണിച്ചത്, എനിക്കൊരു വലിയ വേഷം തരാനുള്ള ധൈര്യം കാണിച്ചത്. അപ്പോൾ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഏറ്റവും ആഘോഷിക്കപ്പെട്ടൊരു വേഷം എന്ന് പറയുന്നത് 2018 ജൂഡ് ആൻ്റണി സാറ് തന്ന വേഷം. അത് ആ സിനിമയുടെ ആദ്യ പകുതിയിലെ ഏറ്റവും ഒരു ഭയങ്കര ത്രില്ലിങ് മൊമെൻ്റ് ആയിരുന്നു. അത് എനിക്ക് 10 മിനിറ്റോളമുള്ളൊരു വലിയ ഒരു സീനാണത്. അതിലെ പെർഫോമൻസ് എല്ലാവരും കണ്ടിട്ട് ഒത്തിരി പേര് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തൊരു സംഭവമാണ്. ഓരോ വർഷവും ഈ പറഞ്ഞ പോലെ വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ പറ്റുന്നുണ്ട്. കാര്യം കണ്ണൂർ സ്ക്വാഡ് 2023 എനിക്ക് കണ്ണൂർ സ്ക്വാഡ് ഉണ്ടായിരുന്നു വലിയ വിജയമായിട്ട്. ഈ 2018 വിജയം 2023 ഈ പറഞ്ഞ ഫാലിമി 3 വലിയ വിജയങ്ങളുടെ ഭാഗമാകാൻ പറ്റി. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ വാഴ, കിഷ്കിന്ധാകാണ്ട, അങ്ങനെ വലിയ 2 ഹിറ്റുകൾ. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലും എനിക്ക് അടുപ്പിച്ച് സത്യം പറഞ്ഞാൽ 5 ബ്ലോക്ക് ബസ്റ്ററുകളുടെ ഭാഗമാകാൻ പറ്റി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ അതൊക്കെ എല്ലാം ആഘോഷിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഈ 2018 തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മൾ ചെയ്ത സാധനം ഇങ്ങനെ വീർപ്പടക്കി ഇങ്ങനെ തിയേറ്ററിൽ നിന്ന് കാണുന്നതും അതിനൊരു കൈയടി കിട്ടുന്നതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ അതൊക്കെ സംഭവിച്ച 2018 നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള പോലീസ് കഥകളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വളരെ സ്ഥിരമായിട്ട് കാണുന്നതും അല്ലെങ്കിൽ പോലീസ് മോശക്കാരായിട്ട് വരുന്നതാവാം, അല്ലെങ്കിൽ പോലീസ് നല്ലവരായിട്ട് വരുന്നതാവാം. അതിനൊക്കെ അപ്പുറത്തേക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളൊരിക്കലും വെളിയിൽ പറയാത്ത അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത കുറേ ഏരിയകളുണ്ട് പോലീസിൽ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പോലീസിങ് അല്ലാതെ വേറൊരു സാധനം ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ഇപ്പോൾ എഴുതുന്നുണ്ട്. ഞങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള, ഞങ്ങൾ അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അത് ഈ പറഞ്ഞ സാധാരണ പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ടല്ലാത്ത കുറച്ച് രസകരമായ സംഭവങ്ങൾ, നമുക്ക് ഈ പറയുന്ന ഓഡിയൻസ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അവർക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ അങ്ങനെ വെച്ചിട്ടൊരു സാധനം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാനും. എൻ്റെ ഒരു സുഹൃത്ത് അരുൺ BT എന്ന് പറഞ്ഞിട്ട്, അവന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അരുൺ BT ആണ് സോഷ്യൽ മീഡിയ സെല്ലിൻ്റെ മെയിൻ. ഞാൻ ചെയ്തിട്ടുള്ള ഒത്തിരി വീഡിയോസുണ്ട്. ആ കോവിഡ് ടൈമിലൊക്കെ വീഡിയോസൊക്കെ ചെയ്ത, കുട്ടമ്പിള്ള സ്പീക്കിംഗ് ഒക്കെ ഡയറക്റ്റ് ചെയ്ത അരുൺ BTക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പുതിയ പരിപാടിയുണ്ട്. അപ്പോൾ 1-2 നമ്മൾ ആലോചിച്ച് വെച്ചിരിക്കുന്ന 1-2 ആർട്ടിസ്റ്റുകളോട് സംസാരിച്ച് ഒരു ഭയങ്കര ഹാപ്പിയാണ് സംഭവം കേട്ടപ്പോൾ. 1-2 പ്രൊഡക്ഷൻ ഹൗസുകൾ താല്പര്യത്തോടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡ്രാഫ്റ്റാക്കി സെറ്റ് ചെയ്ത് എടുക്കണം. നമ്മളൊരു ഈ പറഞ്ഞ പോലെ ഒരു തംബ്നെയിലിട്ടാണ് എല്ലാ വാർത്തകളും എല്ലായിടത്തും പോകുന്നത്. അപ്പം ഒരാൾ മുന്നേ എന്ത് പറഞ്ഞു, അതിന് ശേഷം എന്ത് പറഞ്ഞു എന്നറിയാതെ പലതും വരികൾക്കിടയിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് അതൊരു ഭയങ്കര മോശം പ്രവണതയാണ്. നമ്മുടെ പലരും അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ശ്രമിക്കില്ല. ഈ എഴുതി വയ്ക്കുന്ന
തംബ്നെയിലിൻ്റെ മാത്രം വിശ്വാസത്തിൽ പലതും പല മോശം കാര്യങ്ങളും ചർച്ച ചെയ്യും. അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ഒരാളിനെ അങ്ങനെ ഒരു മോശാവസ്ഥയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലുള്ളത് എൻ്റെ ഒരു അപേക്ഷ കൂടിയാണ്. അങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ, അയാൾ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതെന്തോ ഉടായ്പ തന്നെയാണെന്ന് പലരും അവോയ്ഡ് ചെയ്യും. പക്ഷേ എന്നാലും അത് പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും. നമ്മൾ നമ്മുടെ വായിക്കുന്നയാളുടെ അല്ലെങ്കിൽ കാണുന്നയാളുടെ മാനസികാവസ്ഥയാണ് ഒരു തകിടം മറിക്കുന്നത്. ഈ വ്യക്തി അധിക്ഷേപം അല്ലെങ്കിൽ സ്ത്രീകളെ ഉപദ്രവിക്കുക, മോശമായിട്ട് സംസാരിക്കുക, പറയുക എന്നൊക്കെ പറയുന്നത് അതിപ്പോൾ ആരായാലും അത് തെറ്റ് എന്ന് തന്നെയാണ്. അത് തെറ്റ് തന്നെയാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ പേഴ്സണലി ആരെയും ഈ പറഞ്ഞ പോലെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരും ഇപ്പോൾ ഒരു കാര്യത്തെ കണക്ട് ചെയ്തായിരിക്കും വേറൊരാൾ അഭിപ്രായം പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ കണക്ട് ചെയ്തായിരിക്കും അത് ചിലപ്പം വേറൊരാളെ അനുകൂലിക്കുന്നത് അല്ലെങ്കിൽ പ്രതികൂലിക്കുന്നത്, അല്ലെങ്കിൽ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെ അനലൈസ് ചെയ്തിട്ടായിരിക്കും. അത് എനിക്കിത്രേ പറയുള്ളൂ, വിവേകപൂർവ്വം സംസാരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് എന്താണ് പറയുന്നതെന്നുള്ള ഒരു ധാരണ വച്ചുകൊണ്ട് മാത്രം ഒരു വിഷയത്തെ പറ്റി സംസാരിക്കും. ഇപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് പറയാനുള്ളത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിനോടോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപത്തോടോ അല്ലെങ്കിൽ ഏത് വിധത്തിലായാലും ഒരു അധിക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള സംസാരം അത് എവിടെയായാലും അത് ഏത് പ്ലാറ്റ്ഫോമിലായാലും മോശം തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി റിലീസാവാൻ പോകുന്ന മമ്മൂട്ടി സാറിൻ്റെ പടം തന്നെയായിരിക്കും. അതിലൊരു മോശമില്ലാത്തൊരു വേഷം ചെയ്യാൻ പറ്റി. സാറിനോടൊപ്പം സാറ് പറഞ്ഞ ഡയലോഗിന് മറുപടി പോലെ ഡയലോഗ്സ് പറയാൻ പറ്റി. അദ്ദേഹത്തോട് കൂടെ കുറേ ദിവസം സഞ്ചരിക്കാൻ പറ്റി. ആ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. അപ്പോൾ അത് ഏറ്റവും വലിയൊരു സന്തോഷം. പിന്നെ ഷൂട്ടിനിടയിലായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമായിരുന്നു മമ്മൂട്ടി സാറിൽ നിന്നൊരു എന്താ പറയുക എനിക്ക് കേക്ക് മുറിച്ച് തന്ന ഒരു മൊമെൻ്റൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഏറ്റവും നല്ല മൊമെൻ്റാണ്. അപ്പോൾ ആ ഒരു സിനിമ എൻ്റെ പുതിയ ഏറ്റവും പ്രോജക്റ്റുകളിൽ ഏറ്റവും ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നൊരു സിനിമയാണ്. അത് ഡയറക്റ്റ് ചെയ്തത് ജിതിൻ കെ ജോസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ജിഷ്ണു ശ്രീകുമാർ റൈറ്ററാണ് അതിൻ്റെ. മമ്മൂട്ടി കമ്പനിയാണ് പ്രൊഡക്ഷൻ. അപ്പോൾ അത് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റായിട്ട് കരുതുന്നു. അതുപോലെ മിഥുൻ മാനുവൽ സാറിൻ്റെ അണലി എന്ന് പറയുന്ന പുതിയ വെബ് സീരീസ് വരുന്നുണ്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട്. അതിലും അദ്ദേഹം എനിക്ക് നല്ലൊരു വേഷം തന്നു. അതും റിലീസാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതുപോലെ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നൊരു സാധനം തന്നെയാണ് ആ വെബ് സീരീസ്. പിന്നെ ഇപ്പോൾ ദിലീപേട്ടനോടൊപ്പം ഭയം ഭക്തി ബഹുമാനം എന്ന് പറയുന്ന പുതിയ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്. അത് ധനഞ്ജയാണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. അത് എഴുതുന്നത് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ ഫാഹിമിൻ്റെ വൈഫ് നൂറിനും ചേർന്നിട്ടാണ്. അത് ഗോകുലമാണ് പ്രൊഡക്ഷൻ, ഗോകുലം മൂവീസിൻ്റെയാണ്. വിനീത് ശ്രീനിവാസൻ അദ്ദേഹമുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്. അപ്പോൾ അങ്ങനെ അശോകൻ ചേട്ടൻ, ബൈജു ചേട്ടൻ, ഇങ്ങനെയൊക്കെയുള്ള കുറേ വലിയ താരനിരയോടൊപ്പം ഉള്ളൊരു പടമാണ്. അത് വളരെ സന്തോഷത്തിൽ വെയിറ്റ് ചെയ്യുന്നൊരു പടമാണ്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് സുരേഷ് ഗോപി സാറിനോടൊപ്പം സീൻ ഷെയർ ചെയ്യാൻ പറ്റി, ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ട്. അതും ഗോകുലം മൂവീസാണ്. അത് മാത്യൂസ് എന്ന് പറയുന്ന ഡയറക്ടറാണ്. ഷിബിൻ ഫ്രാൻസിസ് അദ്ദേഹമാണ് അതിൻ്റെ റൈറ്റർ. അപ്പോൾ ആ ഒരു ടീമിനോടൊപ്പം അഭിനയിക്കാൻ പറ്റി. ഇതൊക്കെ എൻ്റെ അപ്കമിങ് പ്രോജക്ട്സാണ്. പിന്നെ ചർച്ചയിലിരിക്കുന്ന സംഭവിച്ചേക്കാവുന്ന കുറച്ച് നല്ല സിനിമകൾ കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഫൈനൽ കൺഫർമേഷൻ വരാനുണ്ട്. പിന്നെ നമുക്ക് അരുൺലാൽ രാമേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ പടത്തിൽ മാത്യൂസ് നായകനാകുന്ന പടത്തിലും ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപിടി നല്ല സിനിമകൾ ഈ വർഷം ഇറങ്ങുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റും എന്നുള്ള വലിയ കാര്യമാണ്. പിന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, ഈ പറഞ്ഞ പോലെ കൺഫർമേഷൻ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ചില പ്രോജക്റ്റുകളുമുണ്ട്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. എപ്പോഴത് റെഡിയായി വരും എന്നുള്ളതിൽ. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ.